നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ നാട്ടിലെ കോടതി നിയമമൊക്കെ ഉണ്ട്. അച്ഛന്റെ ഇഷ്ടങ്ങൾ ഞാൻ തള്ളി പറയുന്നതല്ല. അച്ഛൻ ഇതുപോലെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ എന്റെ തീരുമാനം. എന്നെ ഇത്രയും കുറ്റം പറയുന്ന നിങ്ങൾക്ക് ഇതുവരെ അമ്മയാവാൻ പറ്റിയിട്ടുണ്ടോ? നിങ്ങൾ എന്താ ഇതുവരെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാതിരുന്നേ? അതിന്റെ പേരില് ഇന്ന് വരെ ഈ വീട്ടിൽ ആരെങ്കിലും ഒരു വാക്കുണ്ടെങ്കിലും നിങ്ങൾ ദ്രോഹിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിന്റെ പേരിലാ നിങ്ങൾ ഇങ്ങനെ എന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നേ? ഇത് നല്ല കഥയായി. നിന്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചുന്നോ? ആരായി കള്ളമൊക്കെ പറഞ്ഞു തന്നത്? ഒരു പൊടിക്കുഞ്ഞിനെ ദ്രോഹിച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാ? കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. എന്റെ കുഞ്ഞിനെ വെള്ളത്തിൽ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചത് നിങ്ങളല്ലേ? കുഞ്ഞിന്റെ അരികിൽ നിങ്ങൾ നിൽക്കുന്നത് കണ്ടവരുണ്ട്. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഞാൻ കുഞ്ഞിനെ വെള്ളത്തിലെടുത്തിട്ട് കൊല്ലാൻ നോക്കിന്നോ? പിന്നെ നീ വളർത്തുന്ന കുഞ്ഞല്ലേ, ഏത് വെള്ളത്തിലിട്ടാലും അത് നീന്തി കരയെ കയറിക്കോളൂ. അല്ലാതെ അത്ര പെട്ടെന്നൊന്നും ചാവാൻ പോകുന്നില്ല. ഒരു കാര്യം കൂടി നീ ഓർത്തോ, ആ കുഞ്ഞ് ഒരുപാട് കാലം ദീർഘായുസോടെ ഈ വീട്ടിൽ ജീവിക്കുന്ന നീ കരുതണ്ട. അധിക നാള് അത് നിന്റെ കയ്യിലുണ്ടാവില്ല. നീ എന്ത് കരുതി? എവിടെ നിന്ന് ഒരു ദരിദ്രവാസിയുടെ കുഞ്ഞിനെ കൊണ്ട് വളർത്തിയിട്ട് അമ്മ വേഷം കെട്ടാന്നോ? എന്നിട്ട് ഈ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട സ്വത്തുക്കൾ ആ കുഞ്ഞിന്റെ പേരിൽ എഴുതി വെക്കാന്നോ? നടക്കില്ല. ഞാനിവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് ഞാൻ സമ്മതിക്കില്ല. നെല്ലിശ്ശേരിയിൽ ഈ കുഞ്ഞ് അത് വളരാനും ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ഉറപ്പായി എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് നിങ്ങൾ തന്നെയാ. ആണെങ്കിൽ നീ കൂടെ കേസ് കൊടുക്ക. മര്യാദയ്ക്ക് എന്നെ വിടാനാ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ ഒരു പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോവില്ല. അല്ലാതെ തന്നെ നിങ്ങളെ നിലയ്ക്ക് നിർത്താൻ എനിക്കറിയാം. ഇനി മേലിൽ എന്റെ കുഞ്ഞിന്റെ 7 അയലത്ത് വന്നോണ്ടല്ലോ, ജീവനോടെ ഞാൻ നിങ്ങളെ ഈ മുറിയിൽ കെട്ടി തൂക്കും. ഇവള് തന്നെ ആയിരിക്കും അർച്ചനോടെല്ലാം പറഞ്ഞു കൊടുത്തത്. അവളെന്നെ കൊല്ലും പോലും. നീ നോക്കിക്കോ അർച്ചനെ, മറ്റേത് കുഞ്ഞിനെ നീ കൊണ്ടൊന്ന് വളർത്തിയാലും ഈ കുഞ്ഞിനെ നിന്റെ കുഞ്ഞായി വളർത്താൻ ഞാൻ ഈ ജന്മത്തെ സമ്മതിക്കില്ല. ജനിക്കുന്നതിന് മുന്നേ തന്നെ ഇതിന്റെ വിധി ഞാൻ തീരുമാനിച്ചതാ. അത് ഞാൻ നടത്തും. ഇനി അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഓക്കെ, ശരി സാർ. എന്തായി വക്കീലെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം എഴുതി തയ്യാറാക്കിയോ? എങ്കിൽ വേഗം തന്നെ അടുത്ത പ്രൊസീഡിങ്സ് ചെയ്യാം. അതിലൊരു തടസ്സമുണ്ട് സാർ. തടസ്സോ? എന്ത് തടസ്സം?
കുഞ്ഞുങ്ങളുടെ പേരിൽ സ്വത്തുക്കൾ എഴുതാൻ പറ്റില്ലെന്നും അത് തനിക്ക് കൂടി അവകാശപ്പെട്ടതാണെന്നും പറഞ്ഞ സാറിന്റെ മകള് കൊടുത്ത കേസിൽ കോടതിയിൽ നിന്ന് സ്നേഹയുടെ വക്കീൽ സ്റ്റേ വാങ്ങിയിട്ടുണ്ട്. കേസ് പിൻവലിച്ച് സ്റ്റേ റദ്ദ് ചെയ്തില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനാവില്ല. കേസ് വർഷങ്ങൾ നീണ്ടുപോവുകയും ചെയ്യും. അത് പറയാനാ ഞാൻ വന്നത്. സാറൊന്ന് മോളെ പറഞ്ഞു മനസ്സിലാക്കിയ വളരെ ഉപകാരമായിരിക്കും. സ്നേഹേ, സ്നേഹേ, ഈ വക്കീല് പറയുന്നതൊക്കെ ശരിയാണോ? വക്കീൽ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. കുഞ്ഞുങ്ങളുടെ പേരിൽ സ്വത്ത് എഴുതി കൊടുക്കുന്നതിന് ഞാൻ കോടതിയിൽ സ്റ്റേ വാങ്ങിയ കാര്യമാണെങ്കിൽ വക്കീൽ അച്ഛനോട് പറഞ്ഞത് ശരിയാ. സ്നേഹേ, ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നതല്ലേ അത് നടക്കില്ല എന്ന്. ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോയാ ഞാൻ വേണ്ടത് ചെയ്യൂന്നും. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. അച്ഛൻ തന്നെ തീരുമാനിക്കേ, പക്ഷെ അത് മറ്റാർക്ക് ഉപദ്രവമാകുന്ന തീരുമാനം ആവരുതെന്നേ ഉള്ളൂ. സ്നേഹ, നീ എന്തൊക്കെയാ അച്ഛനോട് പറയുന്നേ? നല്ല ബോധ്യമുള്ള കാര്യങ്ങൾ തന്നെയാ ഞാൻ അച്ഛനോട് പറയുന്നേ. ഞാൻ അച്ഛനോട് സ്വത്ത് എഴുതി വെക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോഴൊക്കെ നിങ്ങൾക്ക് പൊള്ളുന്ന എന്തിനാ? അതൊന്നും കിട്ടില്ലെന്ന് അറിയുമ്പോ സമനില തെറ്റുന്നുണ്ടോ? എന്റെ സമനിലയ്ക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ അച്ഛനോട് നിന്നോടും പറഞ്ഞതാ എന്റെ മോൾക്കൊന്നും വേണ്ടാന്ന്. കണ്ടോ അച്ഛാ, ഞാൻ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ടാന്ന്. ഇപ്പൊ സ്നേഹ പറയുന്ന കേട്ടോ? സ്നേഹേ, അർച്ചനയോ ആതിരയോ എന്നോടൊന്നും പറഞ്ഞിട്ടല്ല ഞാനിതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നിനക്കുണ്ടെങ്കിൽ അത് നീ മാറ്റണം. എന്റെ ഇഷ്ടത്തിനാ ഞാൻ ഓരോന്ന് ചെയ്യുന്നത്. അത് അതുപോലെ തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അങ്ങനെ നിർബന്ധം പിടിക്കുന്നതാ അച്ഛാ പ്രശ്നം. അച്ഛന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുന്നതേ ഇനി അങ്ങോട്ട് നടക്കുന്ന കാര്യമല്ല. ഈ നാട്ടിലെ കോടതി നിയമമൊക്കെ ഉണ്ട്. അച്ഛന്റെ ഇഷ്ടങ്ങൾ ഞാൻ തള്ളി പറയുന്നതല്ല. അച്ഛൻ ഇതുപോലെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ എന്റെ തീരുമാനം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.